നമ്മൾക്കൊപ്പം ഒരു അതിഥി നമുക്കൊപ്പം ചേരുകയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ ചെറിയ അതിഥിയല്ല, ജയറാമാണ്, നടൻ ജയറാമും അദ്ദേഹത്തിൻ്റെ മകൻ കാളിദാസും അവരൊന്നിക്കുന്ന ഒരു സിനിമയുണ്ട്, ആശകളായിരം എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുമൊക്കെ പങ്കുവയ്ക്കാനും അതുപോലെ ഓണവിശേഷങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ജയറാം ചേരുകയാണ്. ജയറാം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. അപരനിലൂടെ മലയാള സിനിമയിലെത്തി പിന്നീട് പകരം വയ്ക്കാനാവാത്ത ഒരുപാട് കഥാപാത്രങ്ങളുടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയകരനായ ജയറാമേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണത്തെ? ഓണം എന്നും നമുക്കൊരു സന്തോഷം തരുന്നൊരു ആഘോഷം തന്നെയാണ്, പ്രത്യേകിച്ച് ഏതൊരു മലയാളിക്കും. എന്നെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 37 വർഷത്തിന് മുകളിലായിട്ട് സിനിമാ സെറ്റുകളിലാണ് ഓണം ആഘോഷിക്കാൻ സാധിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്നൊരു തൊഴിൽ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അത് ഞാൻ കല്യാണത്തിന് മുമ്പ് നിറയെ സെറ്റുകളിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 92-ൽ ആ സെറ്റിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ മോനും എന്നോടൊപ്പം ഉണ്ട് ഈ സിനിമാ സെറ്റിൽ. സോ ഒരു കുറേ വർഷത്തെ യാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അതെ, അത് തന്നെയാണ് പുതിയ വിശേഷം. ഒരു 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ജയറാമും കാളിദാസും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എത്തിയിരിക്കുകയാണ് ആശകളായിരം എന്ന സിനിമയിലൂടെ. അപ്പൊ ഈ ഓണത്തിന് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, ഒരു പുതിയ അതിഥി കൂടി കുടുംബത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യ ഓണമാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ ആഘോഷങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, കുടുംബത്തിൽ ഒരു അതിഥിയല്ല, 2 പേരുണ്ട്. ഒന്ന് എൻ്റെ മരുമകനും ഒന്ന് മരുമകളും. അവർ 2 പേരും എൻ്റെ മക്കൾ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരായിരുന്നു, ഇപ്പോൾ 6 പേരായി. കണ്ണൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമാണത്. അതെ, അപ്പോൾ മദ്രാസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം. കാരണം കണ്ണൻ്റെ ഡോക്ടർ, എൻ്റെ മരുമോളുടെ അവരുടെ വീട്ടുകാരൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം അവിടെ വെച്ചിട്ടാണ്. അവരെ സംബന്ധിച്ച് ഈ ഓണം ഒരു പുതുമയായിരിക്കുമല്ലോ, മലയാളികളുടെ ഈ ഓണം. ഇപ്പൊ ചെന്നൈയിലെ ഓണാണോ, ചേട്ടനെ സംബന്ധിച്ച് ചെന്നൈയിലെ ഓണാണോ കേരളത്തിലെ ഓണയാണോ കുറച്ചുകൂടി ഓർത്ത് നിൽക്കുന്നത്? അല്ല, ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, അതൊരു ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഫെസ്റ്റിവലായി മാറിക്കഴിഞ്ഞു. മലയാളി എവിടെയുണ്ടോ അവിടെ മുഴുവൻ. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ആഘോഷിക്കുന്നുണ്ട്. കേരളത്തെക്കാൾ നന്നായിട്ടാണ് എല്ലാ സ്ഥലത്തും. ചെന്നൈയിൽ വളരെ ഗംഭീരമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമകൾക്കും ശേഷം നിങ്ങൾ രണ്ടുപേരും വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരുമിച്ചെത്തുകയാണ്. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു അച്ഛനെന്ന നിലയിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി കാണും. മറ്റൊന്നൊരു നടൻ എന്ന രീതിയിലും ഈ 2 കാലഘട്ടത്തെയും അഭിനയങ്ങളെയും ഈ ഒരു പുതിയ ചിത്രത്തിൻ്റെ വിശേഷത്തെയും ചേട്ടൻ എങ്ങനെയാണ് നോക്കുകയാണ്? ആശകളായിരം ജൂഡ് ഇങ്ങനെ വന്നൊരു കഥ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ജയറാമിനെയും കാളിദാസിനെയും വെച്ച് അതൊക്കെ എടുത്തേക്കാന്ന് വെച്ച് ചെയ്തതല്ല. ഞങ്ങൾ 2 പേരും ചെയ്താൽ ആപ്റ്റായിട്ടുള്ളൊരു സ്റ്റോറി ഇങ്ങനെ വന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു ജൂഡ് ഇത് പറഞ്ഞിട്ടൊരു 1.5 വർഷമായി കാണണം. അതിനൊരു സാഹചര്യം അങ്ങനെ ഒത്തു വന്നില്ല. പക്ഷെ പെട്ടെന്ന് എഴുതി ഫുൾ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും ചെയ്താൽ നന്നാവും തോന്നിയുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ചെയ്യണം, അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്ത സിനിമയല്ല, ക്രിയേറ്റ് ചെയ്തതല്ല, അങ്ങനെ യാദൃച്ഛ്യമായിട്ട് വന്നപ്പോൾ ചെയ്തതാണ്. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ അധികവും ഞാൻ ചെയ്തിട്ടുള്ള കുടുംബ സിനിമകളാണ്, ഫാമിലി ഓറിയൻറ്റഡ്. ഇതും അത്തരം ഇതിൽ വരുന്ന എന്നാൽ നല്ല തമാശയിലൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് ഞാനൊരു കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഈ എബ്രഹാം ഹോസ്ലർ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു സിനിമയും ചെയ്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ മറ്റു ഭാഷകളിലുള്ള കുറേ സിനിമകൾ ചെയ്യായിരുന്നു. അപ്പോൾ നിറയെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മലയാളം ഇല്ലാതെ ഇങ്ങനെ പോയി ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു നല്ല എന്നെ തേടി നല്ലൊരു സിനിമ വരാത്തതിൻ്റെ കാരണം തന്നെയാണ്. സിനിമകൾ വന്നു, ഒരുപാട് സിനിമകൾ വന്നു. പക്ഷേ അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിന് 100% ഒരു തൃപ്തി തരുന്നൊരു സിനിമ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ മലയാളത്തെക്കാൾ കൂടുതൽ കുറച്ചുകൂടി അന്യഭാഷകളിൽ ചേർന്ന് കുറച്ചുകൂടി നല്ല ഗ്രാവിറ്റിയുള്ള കഥാപാത്രങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അന്യഭാഷകളിൽ എന്ന് പറഞ്ഞ വഴിക്ക് നമ്മളിപ്പോൾ പെട്ടെന്നൊരു തീരുമാനം, ഞാൻ നാളെ തൊട്ട് അന്യഭാഷാ സിനിമകളിൽ അഭിനയിച്ചേക്കാം എന്ന് തീരുമാനിച്ച വഴിക്ക് അവർ വന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നില്ല. അത് അവിടെ ചെയ്ത ഒരു സിനിമ സക്സസ് ആയി, അത് നമ്മളുടെ മുഖവർക്ക് ഇഷ്ടമായി, നമ്മളുടെ അഭിനയ രീതി ഇഷ്ടമായി. അതുകൊണ്ടാണ് തെലുങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു 10-12 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ വർഷവും അടുത്ത വർഷമൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. കന്നഡത്തിൽ ചെയ്യുന്നുണ്ട്, തമിഴിൽ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, എല്ലാ ഭാഷകളും ചെയ്യുന്നു. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷവും ഒരു അഭിമാനം തരുന്ന കാര്യം തന്നെയാണ്. ഇത് പിന്നെ എൻ്റെ വീട് തന്നെയാണ്, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതെ,
ആ ഒരു സ്ഥാനം ഇപ്പോഴും കുടുംബ പ്രേക്ഷകർക്കിടയിലും എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ജയറാമിന്റെ ഒരു സ്ഥാനം. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ജയറാമാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത് ജയറാമിന്റെ മലയാളികൾക്കിടയിലുള്ള ഒരു സ്വീകാര്യതയുണ്ട്. ഇപ്പൊ ഓണമാണെങ്കിൽ ഇപ്പൊ അത്തച്ചമയത്തിന് മുഖ്യാതിഥിയായി എത്തി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ടി വിയിൽ വെച്ചാലും പരസ്യങ്ങളിലൂടെ ജയറാമിനെ കാണുന്നു. അപ്പൊ ജയറാം മലയാളത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ല, എപ്പോഴും പ്രേക്ഷകർക്കിടയിലുണ്ട്. മലയാളികൾക്കിടയിലുള്ള ഈ ഒരു സ്വീകാര്യത കാണുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? ഒരു അന്യനായിട്ട് അവർ കണ്ടിട്ടില്ല. അതൊരു പക്ഷേ ഞാൻ മലയാള തനിമ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഓണത്തിന് മാത്രം മുണ്ടെടുക്കുന്ന ഒരാളല്ല ഞാൻ. 360 ദിവസം മുണ്ടെടുക്കുന്ന ആളാണ്. അവരുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പ്രേക്ഷകനിൽ നിന്ന് ഒരിക്കലും മാറി നിന്നിട്ടില്ല ഞാൻ. എന്തെങ്കിലുമായിട്ട് ജനങ്ങളുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു ഒരു ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ഇത്രയും നിരവധി കഥാപാത്രങ്ങൾ ഇത്രയും വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്നും ചേട്ടൻ ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രം, ഒരു 2 കഥാപാത്രങ്ങളെ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? അത് കഷ്ടം തന്നെയായിരിക്കും കേട്ടോ. സിനിമകൾ ഞാൻ ചെയ്തത് മുഴുവൻ മഹോത്തരമായ സിനിമയാണ്. എല്ലാം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ കള്ളത്തരം പറയുന്നത്. ഇഷ്ടപ്പെടാതെ ചെയ്ത എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ചെന്ന് പെട്ട് കഴിയുമ്പോഴായിരിക്കാം തോന്നുക പെട്ടല്ലോ എന്ന് വിചാരിച്ചു, പിന്നെ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണത്. അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും നല്ല കോ ആർട്ടിസ്റ്റിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതാണ് എന്നെ സംബന്ധിച്ചത് ഏറ്റവും വലിയ കാര്യം. ഓണത്തിന് വിളമ്പുന്ന ഇലയിലൊരു ചോറ് പോലെ ഞാനൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. എൻ്റെ ചുറ്റും മനോഹരമായ കറികളുണ്ടായിരുന്നു അത് സ്വാദിഷ്ടമാക്കാൻ. അങ്ങനെയുള്ള ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ഒരുപാട് പേര് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. പിന്നെ എനിക്ക് തുടക്കകാലത്ത് സിനിമ തന്നിരുന്ന പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് പത്മരാജ സാറിനെ പോലത്തെ ഒരു ഡയറക്ടറോട് വരാൻ പറ്റി. അതിനുശേഷം IV ശശി, സിബി മലയിൽ, കമൽ, രാജസേനൻ, സത്യനന്ദിക്കാട്, അങ്ങനെ എല്ലാം ഓൾ ദ മേജർ ഡയറക്ടേഴ്സൊക്കെ എന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. ചേട്ടൻ ഒരു പെരുമ്പാവൂർകാരനാണല്ലോ ബേസിക്കലി. അപ്പോൾ ഒരു പെരുമ്പാവൂരുകാരുടെ ഓണം എങ്ങനെയായിരിക്കും? അതൊരു പെരുമ്പാവൂരുകാരൻ്റെ സ്ലാങ്ങിൽ തന്നെ ഒന്ന് പറയാം. അയ്യോ, പെരുമ്പാവൂർ സ്ലാങ്. ഒപ്പം ശങ്കരയിലെ ആ ഒരു ഓണക്കാലം എനിക്ക് എങ്ങനെയായിരുന്നു? അല്ല, കുട്ടിക്കാലത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, അതായത് ഒരു നല്ല ഗ്രാമാന്തരീക്ഷത്തിൽ ഓണം ആസ്വദിച്ച് വളരാനുള്ളൊരു കുട്ടിക്കാലം, അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് പാവം ലഭിക്കാത്തത് തന്നെയാണ്. ഈ കോൺക്രീറ്റ് ജംഗിളിനകത്ത് അവർ പാവം ആണ് ഓണം ആഘോഷിക്കുന്നത്. മറ്റേത് പാടവും വരമ്പും എല്ലാം ഓടിത്തിമിർത്ത് 10 ദിവസം 15 ദിവസം ഓണ അവധിക്കാലത്ത് അത്ര ഫ്ലറിഷ്ഡായിട്ടുള്ളൊരു ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് മുത്തശ്ശി കഥകൾ കേട്ട് വളരാൻ പറ്റിയിട്ടുണ്ട്. ഓണത്തിൻ്റെ കാലഘട്ടത്ത് ഈ ചെറിയ ചെറിയ ആർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ട്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അവരുടെ വകയായി നടത്തുന്ന ചെറിയ ചെറിയ കലാപരിപാടികളും അതും എല്ലാത്തിലും പങ്കെടുക്കാൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ പെരുമ്പാവൂരിലെ ഓർമ്മകളെന്ന് പറയുന്നത്. ഇന്നും അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് ഈ തലയ്ക്കകത്ത് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്കായി ചേട്ടൻ്റെ ഒരു ഓണാശംസകൾ. ഒരുപാട് സന്തോഷം. 24ൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണം നേരുന്നു. ഞാൻ എന്താണ് പറയുക, ഓണമെന്ന് പറയുന്നത് പല പല കഥകൾ ഓണത്തിൻ്റെ പിന്നിലുണ്ട്. മാവേലി തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ട്, മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം പിറവിയെടുത്തതിൻ്റെ കഥയുണ്ട്. അങ്ങനെ എല്ലാവരും ഈക്വലായിട്ട്, ആർക്കും ഒന്നും വ്യത്യാസമില്ലാതെ, വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കണം എന്ന് പറയുന്നൊരു വലിയ മെസ്സേജും കൂടി ഈ ഓണം നൽകുന്നുണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർഷകൻ്റെ ആഘോഷമാണ് ഓണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ വെച്ച്. കാരണം കർക്കിടക മാസത്തിൻ്റെ എല്ലാ വന്നിട്ടുള്ള ദുരനുഭവങ്ങൾ മുഴുവൻ തീർന്ന് ഒരു ചിങ്ങമാസത്തിൽ വളരെ ഫ്ലറിഷ്ഡായിട്ടുള്ള, പണ്ട് കാലത്തൊക്കെ മഹാരാജാവിൻ്റെ കാലത്ത് പ്രജകളെല്ലാം ഈ സമയത്ത് കാർഷിക വിഭവങ്ങളുമായിട്ട് എല്ലാം അദ്ദേഹത്തെ കാണാൻ ചെല്ലും, തമ്പുരാക്കന്മാരെയൊക്കെ കാണാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മഹാരാജാവിനെ കാണാൻ ചെല്ലും. അപ്പോൾ ഒരു കർഷകൻ്റെ ഒരു സന്തോഷമാണ്, കർഷകൻ്റെ ആഘോഷമാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാനൊരു കർഷകനായതുകൊണ്ടാണ്. ഞാൻ സിനിമ അല്ലെങ്കിൽ എൻ്റെ മറ്റു പ്രൊഫഷനായിട്ടുള്ള ചെണ്ട ഒക്കെ പറയുമ്പോഴും അതിനേക്കാളൊക്കെ ഒരു അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. മണ്ണിനെ സ്നേഹിക്കുന്നൊരു കർഷകൻ തന്നെയാണ് ഞാൻ. 2 പ്രാവശ്യം കേരളത്തിൻ്റെ സംസ്ഥാന അവാർഡ് കാർഷിക മേഖലയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സമയത്ത് അഭിമാനമായിട്ട് എനിക്ക് പറയാൻ പറ്റും. സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ആശകളായിരം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലാണ് ഇപ്രാവശ്യത്തെ ഓണാഘോഷം. മോനും കൊണ്ട് കൂടെ.
എന്തായാലും 24-ൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാം സ്നേഹം നിറഞ്ഞ 1000 ഓണാശംസകൾ.